മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായ വിശ്രമത്തിലായിരുന്നു. മുൻ KPCC അധ്യക്ഷനായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന തെന്നലയുടെ ആരോഗ്യനില രാവിലെ വഷളാവുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സംസ്ഥാന കോൺഗ്രസിന്റെ പ്രമുഖ മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. കൂടാതെ സംയുക്ത രാഷ്ട്രീയത്തിന്റെ പ്രതീകവും. വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു. സേലത്തിന് സമീപം വെച്ച് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു ട്രക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് വിവരം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ഷൈൻ ടോം ചാക്കോയെ ബംഗളൂരുവിലെ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഷൈന്റെ അസിസ്റ്റന്റാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറിൽ ഷൈന്റെ അച്ഛനും അമ്മയും സഹോദരനുമാണ് ഉണ്ടായിരുന്നത്. ഷൈൻ ടോം ചാക്കോ കാറിന്റെ പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട്. നടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ഷൈന്റെ അമ്മയ്ക്കും സഹോദരനും സഹായിക്കും കാര്യമായ പരിക്കുകളില്ലെന്നാണ് വിവരം. കേരള പോലീസിൽ DYSP തസ്തികയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ തീരുമാനമായി. SC/ST വിഭാഗത്തിൽ നിന്നും നേരിട്ട് നിയമനം നടത്താനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. PSC മുഖേനയായിരിക്കും നിയമന നടപടികൾ നടത്തുക. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ നിശ്ചിത ശാരീരിക യോഗ്യതയുള്ളവർക്കാണ് അവസരം ലഭിക്കുക. 2025 ജനുവരി 1-ന് 36 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാനാകും. ഒഴിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ PSC വിജ്ഞാപനത്തിലൂടെ പുറത്തുവിടുമെന്നും ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മലപ്പുറം കൂരിയാട് ദേശീയപാത 66-ന്റെ തകർച്ചയ്ക്ക് കാരണമായത് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലെന്ന് ദേശീയ അതോറിറ്റി അധികൃതർ ഹൈക്കോടതിയെ അറിയിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഭൂമിയിലുണ്ടായ സമ്മർദ്ദം റോഡ് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് NHAI പറയുന്നത്. നെൽവയൽ നികത്തിയാണ് കൂരിയാട് ദേശീയപാത 66 നിർമ്മിച്ചത്. ഇതിന് സമീപത്ത് കൂടിയാണ് ചാലിയാറിന്റെ പോഷക നദിയായ പാണമ്പുഴ കടന്നുപോകുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദേശീയപാതയുടെ വലതു പാർശ്വഭിത്തിയുടെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. 2024 മാർച്ചിൽ ഇടതു പാർശ്വഭിത്തിയുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. ഇടിമിന്നൽ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്.